ഞാൻ യു എയിൽ വന്നിട്ട് 1 ഇയർ ആയിരിക്കുന്നു. അതായത് എന്റെ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് 1 വർഷം. ഗ്യാസ് ഇൻഡസ്ട്രിയിലെ എന്റെ ഈ 1 വർഷത്തെ ജീവിതം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. റുവൈസ് റിഫൈനറിയിലെ ജിസ്കോ എന്ന കോൺട്രാക്ട് കമ്പനിയിലെ HVAC മെയിൻ്റനൻസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. മെയിൻ്റനൻസ് ആയതുകൊണ്ട് തന്നെയും എന്റെ വർക്കിംഗ് അവർ വരുന്നത് രാവിലെ 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, 6 മണിക്ക് ഞാൻ തിരിച്ചു വരും, ഇൻക്ലൂഡിങ് ട്രാവൽ, ഫുഡ് എല്ലാം. 10 മണിക്കൂറാണ് ജോലി, അതിൽ 2 വീക്ക് ഓഫും, അതായത് വെള്ളിയും ശനിയും അവധി. അറ്റ്നോക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ പബ്ലിക് ഹോളിഡേയ്സ് എല്ലാം നമുക്ക് കിട്ടാറുണ്ട്. അക്കോമഡേഷന്റെയും ഫുഡിന്റെയും കാര്യത്തിലാണെങ്കിൽ അവരൊരു ക്യാമ്പ് സെലക്ട് ചെയ്യും. ആ ക്യാമ്പിലായിരിക്കും നമ്മളെയൊക്കെ അവർ പറഞ്ഞു വിടുന്നത്. ഈ ക്യാമ്പിൽ തന്നെയാണ് നമ്മുടെ അക്കോമഡേഷനും ഫുഡും. ഇതാണ് എന്റെ റൂം. ഫുഡ് നമുക്ക് മെസ്സിൽ പോയി കഴിക്കും. കുഞ്ഞു പ്രായത്തിൽ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസിൽ വന്ന് മരിക്കും എന്നൊക്കെ പറയുന്നതിനടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അറ്റ്നോക്ക് എന്ന് പറയുന്നത് സേഫ്റ്റിയിൽ ടോപ്പ് പ്രയോറിറ്റി തരുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം റിസ്കിനെ എല്ലാം അവർ ടോപ്പ് ഹൈറാർക്കി ഓഫ് കൺട്രോൾസ് വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നെ ആ സ്ലോയസ് റീസണബിളി പ്രാക്ടിക്കബിൾ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റിസ്ക് ഉണ്ട്, റിസ്ക് ഇല്ലാത്ത ജോലിയൊന്നും ഇല്ലല്ലോ എന്ന് കരുതി നമ്മളെ കമ്പനി നമുക്ക് അതിനനുസരിച്ചുള്ള സാലറിയും പാക്കേജും ഫെസിലിറ്റിയും ഒക്കെ തരാറുണ്ട്. മറ്റുള്ള ഇൻഡസ്ട്രിയിലും ഇതെല്ലാം കിട്ടും. സോ ഓയിൽ ആൻഡ് ഗ്യാസിൽ വന്നാൽ നിങ്ങൾക്ക് 50 ലക്ഷം വരെ ഉണ്ടാക്കാം എന്നും പറഞ്ഞ് വരുന്നവരാണെങ്കിൽ നിങ്ങളുടെ ധാരണകളെല്ലാം തെറ്റാണ്. ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അതിന് അവർക്ക് ക്വാളിഫിക്കേഷൻ, സ്കില്ല്, എഡ്യൂക്കേഷൻ ഒക്കെ കിടിലമായിരിക്കും, എക്സ്പീരിയൻസും കിടിലമായിരിക്കും. നിങ്ങളൊരു ഫ്രഷറായിട്ട് വന്നാൽ നിങ്ങൾക്ക് അത്ര റിമ്യൂണറേഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. അതിനാൽ നിങ്ങൾ നല്ലൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കുക. അതിനുശേഷം ഹോം കൺട്രിയിലോ പുറത്തോ ആയിട്ട് നല്ലൊരു ബ്രൗൺ ഫീൽഡ് അല്ലെങ്കിൽ ഹൈ റൈസ് കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് വരാൻ നോക്കുക. ഏജൻസി ത്രൂ ഒന്നും അല്ല ഞാൻ ഇവിടെ വന്നത്. ഞാൻ ലിങ്ക്ഡിൻ പോസ്റ്റ് കണ്ട് അപ്ലൈ ചെയ്തു. അവരെനിക്ക് എന്റെ ക്വാളിഫിക്കേഷൻ മാച്ച് ആണെന്ന് കണ്ടുകൊണ്ട് അറ്റ്നോക്കുമായിട്ട് ഇന്റർവ്യൂ വയ്ക്കുകയും അറ്റ്നോക്ക് അപ്രൂവൽ കിട്ടിയതിന് ശേഷം വിസ എടുത്ത് തരികയും അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നു. +2 കഴിഞ്ഞവർക്ക് വരാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. +2 കഴിഞ്ഞവർക്ക് ഇവിടെ വരാൻ പ്രശ്നം എന്താണ്? +2 കഴിഞ്ഞവർ വന്നാൽ തന്നെ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്ന ഒരു 20,000-30,000 ജോലികളുള്ള വർക്കർ കാറ്റഗറി അല്ലെങ്കിൽ ഹെൽപ്പർ കാറ്റഗറി അല്ലെങ്കിൽ നിങ്ങളൊരു അസിസ്റ്റ് ടെക്നീഷ്യനിലൊക്കെ വരാറുണ്ട്. ചില കമ്പനികൾ ചില വർക്കർക്ക് ഹെൽപ്പറിനൊക്കെ 2,000 dirhams വരെ കൊടുക്കാറുണ്ട്. എന്നാലും അതൊക്കെ ചില കമ്പനിയിലാണ്. എല്ലാവർക്കും കിട്ടണ പോലെ നിങ്ങൾക്കും കിട്ടണമെന്നില്ലല്ലോ. നല്ല രീതിയിൽ ഓയിൽ ആൻഡ് ഗ്യാസിൽ വർക്ക് ചെയ്യണം, നല്ല സാലറി ഒക്കെ ഉണ്ടാക്കണം എന്ന ആഗ്രഹമുള്ളത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, നല്ല കഴിവുണ്ടായിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് നല്ല സാലറിയിൽ നല്ല കിടിലമായിട്ടുള്ള ജോലി കിട്ടും. പക്ഷേ ഓയിൽ ആൻഡ് ഗ്യാസ് മാത്രമൊന്നും അല്ല കേട്ടോ. നിങ്ങൾ പഠിച്ച വിഷയത്തിൽ നല്ല സ്കില്ലുള്ള ആളും നോളജ് ഉള്ള ആളുമൊക്കെ ആണെങ്കിൽ നിങ്ങളെ എടുക്കാൻ ഒരുപാട് ഇൻഡസ്ട്രി കാണും. ഇന്ന് എനിക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ ഇൻഡസ്ട്രിയിൽ പോകും, ഈ സെയിം സാലറിയിൽ അല്ലെങ്കിൽ ഇതിലേക്കാളും കൂടുതൽ സാലറിയിൽ. സോ ആ ഒരു കഴിവും ആ ഒരു കോൺഫിഡൻസും നിങ്ങൾക്ക് ഉണ്ടായി. ഇപ്പോൾ ക്വാളിഫിക്കേഷൻ കൂട്ടുക, സ്കിൽ ഇംപ്രൂവ് ചെയ്യുക, എക്സ്പീരിയൻസ് വളർത്തുക, എന്നിട്ട് നല്ലൊരു കിടിലൻ പ്രൊഫൈൽ ഉണ്ടാക്കുക, നല്ല കിടിലൻ CV ഉണ്ടാക്കുക, ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടട്ടെ, നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം. സോ ഹാപ്പി ആയിട്ടിരിക്കൂ, ഹാർഡ് വർക്ക് ചെയ്യൂ, മനസ്സ് തളരാതെ അപ്ലൈ ചെയ്യൂ. നിങ്ങൾക്ക് ഒരിക്കൽ നിങ്ങൾ ഉദ്ദേശിച്ച ജോലി നിങ്ങൾക്ക് കിട്ടും.